السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 46 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളുടെ തന്ത്രങ്ങളെ എങ്ങനെയാണ് പരാജയപ്പെടുത്തുന്നത്, അവരുടെ തന്ത്രങ്ങളുടെ ദുർബലത എത്രമാത്രമാണ് എന്നൊക്കെ വിശദീകരിക്കുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار. ليجزي الله كل نفس ما كسبت إن الله سريع الحساب.
به وليعلموا أنما هو إله واحد وليذكر أولو الألباب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലാ തഹ്സബന്ന, നബിയെ താങ്കൾ ഒരു നിലക്കും വിചാരിക്കരുത്. ഹസിബ യഹ്സബു ഔ ഹസബ യഹ്സിബു ഹുസ്ബാനൻ, കണക്കാക്കുക, വിചാരിക്കുക. ഫലാ തഹ്സബന്ന, നബിയെ താങ്കൾ ഒരിക്കലും വിചാരിക്കരുത് അല്ലാഹ, അല്ലാഹുവിനെ സംബന്ധിച്ച്, മുഖ്ലിഫ വഅദിഹി, അല്ലാഹു അവൻ്റെ കരാറ് ലംഘിക്കുന്നവനാണ് എന്ന് വിചാരിക്കരുത്. അഖ്ലഫ യുഖ്ലിഫു, ഇഖ്ലാഫൻ എന്ന് പറഞ്ഞാൽ ലംഘിക്കുക, പാലിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്ലിഫല്ല, വഅദി, അവൻ്റെ വാഗ്ദത്തങ്ങളെ അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ആരോടുള്ള വാഗ്ദത്തം? റസൂലഹു, അവൻ്റെ റസൂലുകൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലംഘിക്കുന്നവനാണ് എന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസുൻ, അവൻ പ്രതാപിയാണ്, ദൂ ഇന്തിഖാം, പ്രതികാര നടപടി സ്വീകരിക്കുന്നവനുമാണ്. ഇൻതഖമ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക, പ്രതികാരം ചെയ്യുക. യൻതഖിമു ഇന്തിഖാമൻ, ദൂ ഇന്തിഖാം എന്ന് പറഞ്ഞാൽ പ്രതികാര നടപടി എടുക്കുന്നവൻ. വല്ലാഹു, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസുൻ ഐ ദുൽ ഇസ്സ, പ്രതാപിയാണ്, തോൽപ്പിക്കാൻ കഴിയാത്തവനാണ്, സകലരെയും ജയിച്ചടക്കുന്നവനാണ്. അസീസ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മ അർത്ഥമാക്കുന്നത് പ്രതാപിയും ഔന്നിത്യമേറിയവനും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനും സർവരെയും അതിജയിച്ച് അടക്കി ഭരിക്കുന്നവനും, അതാണ് അസീസ്. ദുൻതിഖാം, അവൻ ശിക്ഷാ നടപടി, പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാകുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ചില വചനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനാണെന്ന് വിചാരിക്കേണ്ടതില്ല. കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു ദിവസത്തേക്ക് അവർക്ക് അല്ലാഹു അവധി നീട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നാം വിചാരിക്കുന്ന സമയത്ത് അല്ലാഹു അക്രമികളെ ശിക്ഷിക്കുകയില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്തെ അവൻ അക്രമികളെ ശിക്ഷിക്കുകയുള്ളൂ. അതേപോലെ ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് വഖദു മക്കറു മക്റഹും, അവർ എല്ലാ നിലക്കുമുള്ള തന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിലും വിശ്വാസികൾക്കെതിരിലും പ്രയോഗിക്കുന്നു. അതിൽ പലതിലും അവർക്ക് വിജയിക്കാൻ കഴിയുന്നു. അവർ വിജയിക്കുന്നത് അല്ലാഹു തോൽക്കുന്നത് കൊണ്ടാണോ? സത്യനിഷേധികളുടെ കുതന്ത്രങ്ങൾ വിജയിക്കുന്നു, അവരുടെ പ്ലാനുകൾ വിജയിക്കുന്നു, അവർക്ക് ലക്ഷ്യം കാണാൻ സാധിക്കുന്നു. റബ്ബ് തോറ്റുപോയത് കൊണ്ടാണോ? പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ വാഗ്ദാനം കളവായതുകൊണ്ടാണോ? സത്യനിഷേധികളെ പരാജയപ്പെടുത്തും, സത്യവിശ്വാസികളെ സഹായിക്കും, പ്രവാചകനെ സഹായിക്കും എന്നത് അത്തരം വാഗ്ദാനങ്ങൾ അത് കള്ളവാഗ്ദാനങ്ങളായതുകൊണ്ടാണോ? പൊള്ളയായ വാഗ്ദാനങ്ങളായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില ഹിക്മത്തുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫലാ തഹ്സബന്ന, ഒരു നിലക്കും കരുതരുത്, ഒരു നിമിഷം പോലും വിചാരിക്കരുത്, ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്തയുടെ 100-1 പോലും വരരുത്. ഫലാ തഹ്സബന്നല്ലാഹ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കരുത് മുഖ്ലിഫ വഅദിഹി, അവൻ അവൻ്റെ വാഗ്ദാനം ലംഘിക്കുന്നവനാണ് എന്ന് റസൂലഹു, അവൻ്റെ റസൂലുകൾക്ക് നൽകിയ. വിശ്വാസികൾക്ക് വിജയമുണ്ടാകും, അവിശ്വാസികൾ പരാജയപ്പെടുമെന്നുള്ളത് ആത്യന്തിക സത്യമാണ്.
പക്ഷേ അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ അസീസുൻ. അള്ളാഹു തോറ്റുപോയത് കൊണ്ടൊന്നുമല്ല മനുഷ്യരുടെ പ്ലാനുകൾ വിജയിക്കുന്നത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അവരുടെ പാപങ്ങൾ വർദ്ധിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. വിശ്വാസികളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. വിശ്വാസികളിൽ നിന്ന് ക്ഷമാലുക്കളെ തെരഞ്ഞെടുക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയ ദറജകളിൽ അവർക്ക് സ്ഥാനം നൽകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ പിറകിലുള്ള സഫിലുള്ള പല ആളുകളും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ബോധം കെട്ടു വീണു. അസ്ഹാബു സുഫയുടെ ആളുകൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അവർ ബോധം കെട്ട് വീഴുകയുണ്ടായി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രഥമമായി വിശ്വസിച്ച അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, ആ ആളുകളാണ് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ബോധം കെട്ട് വീഴുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ പ്രതിഫലമെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും ഇതുപോലെ പട്ടിണി കിടന്ന് ബോധം കെട്ട് വീഴുന്നതിന് നിങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലുള്ളത് അതൊന്നുമല്ല. സത്യത്തിൽ ദുനിയാവിലെ പരീക്ഷണങ്ങളാകട്ടെ പരലോകത്തുള്ള വലിയ പ്രതിഫലത്തിൻ്റെ അടയാളങ്ങളാണ്. ദുനിയാവിലെ വിഭവങ്ങളുടെ ആധിക്യമായിരുന്നു ഖൈറിൻ്റെ അടയാളമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നൽകേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ ചിലപ്പോൾ മാസങ്ങളോളം പട്ടിണിയായിരുന്നു. അതൊരാളുടെ ശ്രേഷ്ഠതയെ ബാധിക്കുന്ന വിഷയമേ അല്ല. പരീക്ഷണങ്ങൾ എന്നുള്ളത് സ്വാഭാവികമായും വിശ്വാസികൾക്കുണ്ടാകും. പക്ഷെ അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ചറിയുമ്പോൾ ഈ പരീക്ഷണമായിരുന്നു ഖൈറ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾ അതിൽ ആനന്ദം കണ്ടെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബു സുഫയുടെ ആളുകളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്നതിൽ റബ്ബിന് അവൻ്റെതായ തീരുമാനങ്ങളുണ്ട്. സത്യനിഷേധികൾക്ക് അള്ളാഹു സമയവും അവസരവും അയച്ചിട്ട് കൊടുക്കുന്നതിലും റബ്ബിന് റബ്ബിൻ്റെതായ തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ട് തെറ്റായ നിലക്ക് നാം റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസുൻ, പ്രതാപിയാണ്, അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, അവൻ കീഴടക്കുക തന്നെ ചെയ്യും. ദൂ ഇന്തിഖാം, അവന് ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനും സത്യനിഷേധികളെ വേണ്ട നിലക്ക് കൈകാര്യം ചെയ്യുന്നവനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്. മാത്രമല്ല റബ്ബിൻ്റെ ഈ പിടികൂടൽ ഒരുപക്ഷെ ഈ ദുനിയാവിൽ വെച്ചായിരിക്കുകയില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷകളിൽ മഹാഭൂരിഭാഗത്തെയും അല്ലാഹു ഖിയാമത്ത് നാളിലേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല, അള്ളാഹു അത് ഖിയാമത്ത് നാളിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ പറഞ്ഞു, എപ്പോഴാണ് ആ ശിക്ഷ? യൗമ, ഒരു ദിവസം, തുബദ്ദലുൽ അർളു, ഭൂമി മാറ്റത്തിന് വിധേയമാക്കപ്പെടും. ബദ്ദല യുബദ്ദിലു തബ്ദീല, ബദ്ദല എന്ന് പറഞ്ഞാൽ മാറ്റം വരിക. തുബദ്ദലുൽ അർളു, ഭൂമിക്ക് മാറ്റം സംഭവിക്കും. എന്നിട്ട് അത് എങ്ങനെയാണ് മാറ്റം വരുത്തപ്പെടുന്നത്? ഗൈറൽ അർളി, ഇന്ന് കാണുന്നതല്ലാത്ത ഭൂമിയായി മാറും. ഈ ഭൂമി ഇന്ന് കാണുന്നതല്ലാത്ത ഭൂമിയായി മാറും. ഭൂമി മാത്രമാണോ? അല്ല. വസ്സമാവാതു, ആകാശങ്ങൾ അഖിലവും ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കുകയില്ല, മാറിപ്പോകുന്നതാണ്. വബറസൂ ലില്ലാഹ്, മനുഷ്യരെല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ വെളിവാക്കപ്പെടും, പുറത്തേക്ക് വരും. ബറസ യബ്റുസു ബുറൂസൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക. മനുഷ്യരെല്ലാവരും പുറത്തേക്ക് വരും. വബറസൂ ലില്ലാഹി അൽ വാഹിദി, എങ്ങനെയുള്ളവൻ? ഏകനായ. അതേപോലെ തന്നെ അൽ ഖഹാർ, ഖഹറ യഖ്ഹറു, ഖഹ്റ എന്ന് പറഞ്ഞാൽ കീഴൊതുക്കുക, കീഴടക്കുക. ഖാഹിർ വ ഖഹാർ എന്ന് പറഞ്ഞാൽ
സ്വേച്ഛാധിപതിയായ, കീഴടക്കുന്നവനായ, പ്രതാപിയായ, ഏകനായ, അദ്വിതീയനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സകല മനുഷ്യരും എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകനായ സർവാധിപതിയായ അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാവരും അന്ന് വിചാരണയ്ക്ക് വേണ്ടി വെളിവാക്കപ്പെടുന്നതാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഭൂമി ഇതല്ലാത്ത മറ്റൊരു ഭൂമിയായി മാറും. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വിചാരണ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടല്ല, മറിച്ച് ഭൂമിക്ക് മാറ്റം വരുത്തിക്കൊണ്ടാണ്. മഹ്ശർ ഇവിടെ തന്നെയാണ്. മനുഷ്യൻ്റെ മഹ്ശറും വിചാരണയും എവിടെ വെച്ചാണ്? ഭൂമിയിൽ വെച്ച് തന്നെയാണ്. പക്ഷെ ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റം വരുത്തും. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാം, വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യാസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ യൗമഇദിൻ യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ പർവ്വതത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഖിയാമത്ത് നാളിൽ അള്ളാഹു അതിനെ തവിട് പൊടിയാക്കുന്നതാണ്. യൻസിഫുഹാ റബ്ബി നസ്ഫ എന്നാണ്. തവിട് പൊടിയാക്കി കളയും, പൊടിച്ച് കളയുന്നതാണ് പർവ്വതത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പാറിപ്പറക്കുന്ന ധൂളികൾ പോലെ, പഞ്ഞി പോലെ ആയി പോകും. ഇന്ന് നമ്മൾ കാണുന്ന പർവ്വതം എത്ര ശക്തമാണ്, പക്ഷെ അത് പഞ്ഞി പോലെ അള്ളാഹു മാറ്റിക്കളയും. അത്രയും ശക്തമായ പ്രകമ്പനം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. പൊടിച്ച് പാറ്റിക്കളയുന്നതാണ് പർവ്വതത്തെ. ഫയദറുഹാ ഖാഅൻ സഫ്സഫ, എന്നിട്ട് ഭൂമിയെ ഒരു നിരപ്പുള്ള പ്രതലമാക്കി മാറ്റും. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത, താഴ്ന്ന പ്രദേശമോ ഉയർന്ന പ്രദേശമോ പിന്നെ ഭൂമിയിൽ കാണുകയില്ല എന്നാണ്. കുന്നുകളുമില്ല, കുഴികളുമില്ല, പിന്നെ ഒരൊറ്റ മൈതാനമായി ഭൂമി മാറും. എവിടെയും നിങ്ങൾക്ക് ഒരു കുന്നോ അതല്ലെങ്കിൽ കുഴിയോ കാണാൻ കഴിയില്ല. യൗമൈദിൻ യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു, അന്ന് ഖബറിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾക്ക് ഒരു നിലക്കും വിസമ്മതിക്കാതെ ആ മലക്കുകളുടെ കൂടെ അവർ പോകുമെന്നാണ്. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, ശബ്ദങ്ങളെല്ലാം പരമകാരുണ്യകനായ അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാളും അന്ന് സംസാരിക്കൂല, ഒരു ശബ്ദവുമില്ല. എന്തുമാത്രമല്ലാതെ ഫലാ തസ്മഉ ഇല്ലാ ഹംസ, ചില ഞരക്കം മാത്രം കേൾക്കാമെന്നാണ്. ചില മൂളലുകൾ മാത്രമേ അന്ന് കേൾക്കുകയുള്ളൂ, ആരും സംസാരിക്കൂല. മനുഷ്യൻ്റെ നെടുവീർപ്പുകൾ, മനുഷ്യൻ്റെ ശ്വാസം, അതല്ലാത്ത മറ്റൊരു ശബ്ദവും കേൾക്കാതെ നിരന്ന് കിടക്കുന്ന ഭൂമിയെയാണ് കാണാൻ കഴിയുക എന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يحشر الناس يوم القيامة على أرض بيضاء عفراء كقرصة النقي ليس فيها علم لأحد. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഭൂമിയുടെ കളർ എന്തായിരിക്കും? അല അർദിൻ ബൈളാഅ അഫ്റാഅ എന്നാണ്. പ്യൂർ വൈറ്റ്. ഭൂമിയുടെ കളർ എന്താണ്? പ്യൂർ വൈറ്റ്. അതിന് കലർപ്പുകൾ ഉണ്ടാവില്ല, അതാണ് അഫ്റാ എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത വൈറ്റ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതുപോലെ? കഖുർസത്തിൻ നഖിയ്യി, ശുദ്ധമായ ധാന്യം പൊടിച്ച് കളറെല്ലാം ഒഴിവാക്കിയ ശുദ്ധമായ ധാന്യം കൊണ്ട് നിങ്ങൾ ഒരു ഹുബ്സ് ഉണ്ടാക്കിയാൽ, ഒരു കുബ്ബൂസ് ഉണ്ടാക്കിയാൽ, ആ കുബ്ബൂസിൻ്റെ കളർ എങ്ങനെയാണോ അതേപോലെ. അതിനോട് ഏകദേശം സാമ്യത വരുന്നത് നമ്മുടെ നാട്ടിലെ വെള്ളപ്പത്തിരിയാണ്. വെള്ളപ്പത്തിരി അതേപോലെ ഭൂമിയാകുന്നാണ്. കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ലൈസ ഫീഹാ അലമുൻ ലി അഹദിൻ, ഒരാൾക്കും അന്ന് പ്രത്യേക അടയാളങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഭൂമിയെ വിശ്വാസികൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അക്ഷരാർത്ഥത്തിൽ റൊട്ടിയാക്കി മാറ്റുന്നതാണ്. ആ റൊട്ടിയിൽ നിന്ന് മനുഷ്യൻ കഴിക്കുന്നതാണ്. ഭൂമി അള്ളാഹു റൊട്ടിയാക്കി മാറ്റും, ആവശ്യത്തിന് വിശ്വാസികൾക്ക് കഴിക്കാൻ അതിൽ നിന്ന് കൊടുക്കും. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത്ത്, ആകാശങ്ങളും ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല. ആകാശമുണ്ട്, പരിപൂർണമായി നശിക്കില്ല. ഭൂമിയും ഉണ്ടാകും, പരിപൂർണമായി നശിക്കില്ല. പിന്നെയോ രൂപമാറ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴും, സൂര്യനും ചന്ദ്രനുമൊക്കെ ഗ്രഹണം ബാധിക്കും, അവ തമ്മിൽ കൂടിച്ചേരും. അങ്ങനെ തുടങ്ങി ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ധാരാളം വിശദീകരിക്കുന്നുണ്ട്, പരിശോധിക്കുക. ഈ നിലക്കുള്ള മാറ്റങ്ങളുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പോൾ, അല്ലെങ്കിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശ്രദ്ധേയമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മറ്റാരും ചോദിക്കാത്തൊരു ചോദ്യം. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ഖൗലിഹി യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്. ഭൂമി ഇന്ന് കാണുന്നതല്ലാത്ത ഭൂമിയായി മാറുകയും ആകാശങ്ങൾക്കും മാറ്റം വരികയും ചെയ്യും എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഫഅൈന യകൂനുൻ നാസു യൗമഇദിൻ. അള്ളാഹുവിൻ്റെ റസൂലെ, അന്ന് മനുഷ്യരെവിടെയായിരിക്കും? കാരണം ഭൂമിക്ക് മാറ്റം വന്നു, ആകാശങ്ങൾക്കും മാറ്റം വന്നു, എവിടെയാ നിൽക്കുക? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, വേറൊരു സ്ഥലത്താണ് പോയി നിൽക്കുക. കാരണം വീട്ടിൽ പണി നടക്കുകയാണെങ്കിൽ നമ്മൾ റൂം മാറും, റൂമിലാണെങ്കിൽ മറ്റൊരു റൂമിലേക്ക് മാറും. വീട് മൊത്തം മാറ്റം വരുത്തുകയാണെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് മാറും, താമസം മാറുമല്ലോ. എങ്കിൽ ഭൂമിയിലുള്ളവരൊക്കെ എങ്ങോട്ടാണ് മാറ്റുന്നത്? അവർ എവിടെയാണ് നിൽക്കുക എന്ന ചോദ്യം ശ്രദ്ധേയമായ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അലസ്സിറാത്ത്, മനുഷ്യർ അപ്പോൾ സിറാത്തിലായിരിക്കുമെന്നാണ്. അലസ്സിറാത്ത്, ഇത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സിറാത്തിലൂടെ മനുഷ്യനെ കടത്തുന്ന ആ നൃത്തമല്ല. കാരണം അവിടേക്ക് മുനാഫിക്കുകൾക്കോ മുശ്രിക്കുകൾക്കോ പ്രവേശനമല്ല. കാരണം അത് ഓൾറെഡി അവർ നരകത്തിലേക്ക് പോയിരിക്കും. സിറാത്തിലൂടെ വിശ്വാസികൾ മാത്രമേ പോവുകയുള്ളൂ. മുനാഫിക്കുകളും മുശ്രിക്കുകളും കാഫറുകളും അതിനു മുമ്പേ നരകത്തിലെത്തിയിട്ടുണ്ടാകും. വിശ്വാസികളിലെ പാപികളാണ് സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീഴുന്നത്. എന്നാൽ വിചാരണയ്ക്ക് മുമ്പ് ഭൂമിയിലും ആകാശത്തും ഈ മാറ്റം വരുത്തുമ്പോൾ മനുഷ്യരെ അള്ളാഹു സിറാത്തിൽ തന്നെ അതിൻ്റെ താഴെയുള്ളൊരു ഭാഗം എന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്തിലുള്ളത്. ആ റിവായത്തിൽ കാണാം, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ യഹൂദ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ നബിയുടെ അടുക്കലേക്ക് വന്നു. യഹൂദന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ മുഹമ്മദ്, അസ്സലാമു അലൈക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കൾക്ക് സമാധാനം. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അയാളെ പിടിച്ചൊരൊറ്റ ഉന്തുന്തി, അയാൾ വീണു പോകുമാറായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താണ് റസൂലുള്ളാഹ് എന്ന് പറയാത്തത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറ, എന്താണ് യാ മുഹമ്മദ് എന്ന് പറഞ്ഞത്? നോക്കൂ നിങ്ങൾ. അപ്പോൾ അയാൾ പറഞ്ഞു, ആ യഹൂദ പണ്ഡിതൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കൊടുത്ത പേരെ ഞാൻ വിളിക്കുള്ളൂ, അത് മുഹമ്മദ് എന്നാണ്, ഞാൻ അതേ വിളിക്കുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹം അങ്ങനെ തന്നെ വിളിച്ചോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിച്ചു. ഇന്ന ഇസ്മി മുഹമ്മദുൻ അല്ലദീ സമ്മാനി ബിഹി അഹ്ലി, എൻ്റെ കുടുംബക്കാർ എനിക്ക് അങ്ങനെ തന്നെയാണ് പേരിട്ടത്. അങ്ങനെ ഈ വ്യക്തി പറഞ്ഞു, ജിഅ്തു അസ്അലുക്, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞാൽ നിനക്ക് ഉപകാരപ്പെടുമോ? നീ സ്വീകരിക്കുമോ? വിശ്വാസം സ്വീകരിക്കുമോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെവി കൊണ്ട് കേൾക്കാം, ഉത്തരം ഞാൻ കേൾക്കാം. ഞാൻ ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയുക, ഞാൻ ഉത്തരം കേൾക്കും, അല്ലാതെ ഞാനത് സ്വീകരിക്കണമെന്നൊന്നുമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ, എങ്കിൽ ചോദിക്കൂ. ഒന്നാമത്തെ ചോദ്യം, ഫഖാലൽ യഹൂദിയു ഐന യകൂനുൻ നാസു യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്. ഭൂമി ഇന്നത്തെ ഭൂമിയല്ലാതായി മാറുകയും ആകാശങ്ങൾക്ക് മാറ്റം വരികയും ചെയ്യുമ്പോൾ മനുഷ്യർ അന്ന് എവിടെയായിരിക്കും? ഈ മാറ്റം വരുമ്പോൾ എവിടെയായിരിക്കും? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, ഹും ഫിൽ ളുലുമതി ദൂനൽ ജിസ്ർ. ജിസ്റിൻ്റെ അഥവാ പാലത്തിൻ്റെ താഴെ ഒരു ഇരുട്ടിലായിരിക്കും, ഒരു അന്ധകാരത്തിലായിരിക്കും. അള്ളാഹു ആലം ആ ഇരുട്ടെന്താണ്? ദൂനൽ ജിസ്ർ അഥവാ നേരത്തെ പറഞ്ഞ സിറാത്ത്, പക്ഷേ ഇവിടെ ഒരു വേർഡ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, എന്താണ്? ദൂനൽ ജിസ്ർ. ജിസ്റിൻ്റെ താഴെ, അല്ലെങ്കിൽ അത് തുടങ്ങുന്നിടത്ത് അവിടെ ഒരു ളുലുമാത്ത് ഉണ്ടാകും, അവിടെയായിരിക്കും എല്ലാവരും ഉണ്ടാവുക എന്നാണ്. അപ്പോൾ അല സിറാത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞു ദൂനൽ ജിസ്ർ. ജിസ്റിൻ അപ്പോൾ
ആ സിറാത്ത് പാലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്ധകാരത്തിലാണെന്ന് മനുഷ്യനുണ്ടാവുക എന്നാണ്. അള്ളാഹു ആലം, അതെന്താണ് നമുക്കറിയില്ല. ഗൈബിയായ ഒരു ലോകത്തുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ലാതെ നമുക്ക് ഒന്നും അറിയുകയില്ല. അപ്പോൾ ആ ഹദീസ് ഞാൻ പൂർത്തീകരിക്കാം. അതിൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വ്യക്തി വീണ്ടും ചോദിച്ചു, ഫമൻ അവ്വലുന്നാസി ഇജാസതൻ, സ്വർഗത്തിലേക്ക് ആദ്യം പെർമിഷൻ കിട്ടുന്നത് ആർക്കാണ് സ്വർഗത്തിലേക്ക് ആദ്യം പെർമിഷൻ കിട്ടുന്നത്? ഖാൽ ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിറുകളിലെ പാവങ്ങളെയാണ് ആദ്യം പരിഗണിക്കുക. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സഫിൽ ബോധം കെട്ട് വീണത് ആ മുഹാജിറുകളിലെ പാവങ്ങളായിരുന്നു. അവർ ഹിജറ വന്നതാണ്, വീടുമില്ല, ഒന്നുമില്ല. മക്കയിൽ അതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അത് നഷ്ടപ്പെട്ടു. ദീനിന് വേണ്ടി ഒഴിവാക്കി, റബ്ബിന് വേണ്ടി ഒഴിവാക്കി. സ്വർഗത്തിലേക്ക് ഏറ്റവും ആദ്യം അവരെ പരിഗണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പൂർവ്വവേദങ്ങളിൽ യഹൂദന്മാർക്കറിയാമായിരുന്നു എന്നാണ്. പൂർവ്വവേദങ്ങൾ, അതുകൊണ്ടാണ് ഈ യഹൂദൻ ഈ ചോദ്യം ചോദിക്കുന്നത്, ആർക്കാണ് സ്വർഗത്തിലേക്ക് ആദ്യ പ്രവേശനം? ഒരുപക്ഷെ അക്കാലഘട്ടത്തിലെ മുഹാജിറുകൾക്കും ഈ ഓഫർ ഉണ്ടാകാം. ഖാലൽ യഹൂദി ഫമാ തുഹ്ഫതുഹും ഹീന യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്താണ് ഫുഡ് കഴിക്കാൻ കൊടുക്കല്ലോ. ഒരാൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ അവിടെ കൊടുക്കുന്ന ഫുഡ് എന്താണ്? സിയാദത്തു കബിദിൻ നൂൻ, മത്സ്യത്തിൻ്റെ കരളിൻ്റെ അടുത്തുള്ള ഒരു സംഭവമാണ്. ഫിഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പ്രത്യേകിച്ചും അത് ഒന്ന് മഷ്വിയായി കഴിഞ്ഞാൽ അതിൻ്റെ ചില പാർട്സിൽ ഭയങ്കര ടേസ്റ്റാണ്, മാംസത്തേക്കാൾ ടേസ്റ്റാണ്. അങ്ങനെയുള്ള മീനിൻ്റെ കരളിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു സംഭവമാണ്. അല്ലാഹു ആലം. ഖാല ഫമാ ഗിദാഉഹും അലാ ഇസ്രിഹ, ഇത് ആദ്യം കൊടുക്കും, മീൻ കൊടുക്കും, മത്സ്യം കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഫുഡ് കൊണ്ടുവരുന്നതാണ്. ഇത് ഫസ്റ്റ് കൊടുക്കുന്നതാണ്, സ്റ്റാർട്ടർ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ മെയിൻ ഫുഡ് എന്താണെന്ന് ചോദിക്കും. എന്താണ് മെയിൻ ഫുഡ് എന്നറിയാമോ? യുൻഹറു ലഹും സൗറുൽ ജന്ന അല്ലദീ കാന യഅകുലു മിൻ അത്റാഫിഹാ, സ്വർഗത്തിൻ്റെ ഓരങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കാളക്കുട്ടികളിൽ ഒരു കാളയെ അറുത്തിട്ട് അതിൻ്റെ മാംസമായിരിക്കും തിന്നാൻ കൊടുക്കുക. എന്ത് ടേസ്റ്റ് ഉണ്ടാവും അത്! സ്വർഗത്തിൽ മേഞ്ഞു നടക്കുന്ന കാള. ദുനിയാവിൽ നമ്മൾ പറയുന്നു എന്നല്ലാതെ സ്വർഗത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതൊക്കെ പേരിലെ സാമ്യത ഉള്ളൂ, ടേസ്റ്റ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. വീണ്ടും ചോദിക്കും, അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ കൊടുക്കണമല്ലോ, വെള്ളം വേണമല്ലോ. ഖാല ഫമാ ശറാബുഹും അലൈഹി, മാംസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുടിക്കാൻ? മിൻ ഐനിൻ ഫീഹാ തുസമ്മ സൽസബീല, സൽസബീൽ എന്ന പേരുള്ള അരുവിയിൽ നിന്നുള്ള പാനീയമാണ് കുടിക്കാൻ കൊടുക്കുന്നത്. ഖാല, ആ യഹൂദി പറയാണ്, സദഖത, താങ്കൾ പറഞ്ഞത് സത്യമാണ്, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഖാല, എന്നിട്ട് ആ യഹൂദി പറയാണ്, വജിഅതു അസ്അലുക അൻ ഷൈഇൻ ലാ യഅലമുഹു അഹദുൻ മിൻ അഹ്ലിൽ അർദി ഇല്ലാ നബിയ്യുൻ ഔ റജുലുൻ ഔ റജുലാൻ, ഒരു നബിക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രം ഭൂമിയിൽ അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഒരു നബിക്കല്ലാതെ അത് പറയാൻ കഴിയില്ല, ഒരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല ഈ ഉത്തരം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ യഹൂദിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി അറിയാം, പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളതൊന്നും ഇതിൽ പറയുന്നില്ല. മാത്രമല്ല, താങ്കൾക്ക് ഉപകാരപ്പെടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ചെവി കൊണ്ട് കേട്ടോളുന്നാണ്, ഞാനിത് സ്വീകരിക്കുന്നു, നബിയായി അംഗീകരിക്കുന്നു പറഞ്ഞിട്ടില്ല. എനിവേ, യഹൂദർക്ക് പോലും അറിയാവുന്ന ചില കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത്ത്, അന്ന് മനുഷ്യൻ എവിടെയാണ്? ഫീ ളുൽമത്തിൻ ദൂനൽ ജിസ്ർ, ജിസ്റിൻ്റെ താഴെയുള്ള ഒരു ളുൽമത്തിൽ, ഒരു അന്ധകാരത്തിലായിരിക്കും. വസ്സമാവാത്ത്, അന്ന് ആകാശങ്ങൾക്കും മാറ്റമുണ്ടാകും. ഉരുകിയ എണ്ണക്കീടം പോലെ, ലോഹങ്ങൾ ഉരുക്കിയതുപോലെയുള്ള ഒരവസ്ഥയായിരിക്കും. ബ്ലാക്കും റെഡും കൂടി കലർന്ന ഒരു പ്രത്യേക കളറായിരിക്കും. അല്ലാഹു ആലം. പനിനീർ പോലെ എന്നൊക്കെ ഖുർആനിൽ മറ്റു ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ അന്ന് മനുഷ്യർ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കും.
അന്ന് അക്രമികളെ, വതറൽ മുജ്രിമീന, വതറ നബിയെ താങ്കൾക്ക് കാണാം, അൽ മുജ്രിമീന മുജ്രിമുകളായ ആളുകൾ, അക്രമികളായ ആളുകളെ കാണാം, യൗമഇദിൻ അന്നേ ദിവസം, മുഖറനീന ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായി, ഖറന യുഖരിനു തഖരീന, ഖറന യുഖരിനു തഖരീന, ഖറന എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക, ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്നതിനാണ് അത് പറയുന്നത്. യുഖരിനു തഖരീനൻ വതറൽ മുജ്രിമീന യൗമഇദിൻ അന്നേ ദിവസം അതിക്രമികളെ കാണാം, മുഖറനീന ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായി, അഥവാ ഫിൽ അസ്ഫാദ്, സഫദുൻ ജംഉഹു അസ്ഫാദ്, സഫദ് എന്ന് പറഞ്ഞാൽ ചങ്ങലകൾ, കയ്യാമങ്ങൾ, കഴുത്തിലും അതിലൂടെ പിന്നീട് കൈകളിലും പിന്നെ കാലുകളിലേക്കുമൊക്കെയുള്ള പ്രത്യേക ഇരുമ്പിൻ്റെ വളയങ്ങളാണ്. ഈ വളയങ്ങളിലേക്ക് ചങ്ങലകൾ കൂടി ഇട്ടിട്ട് കഴുത്തും കൈകളും കാലുകളും കൂടി ബന്ധിപ്പിച്ച രൂപത്തിലായിരിക്കും ഉണ്ടാവുക. വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ് ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായി മുജ്രിമീങ്ങളെ അന്ന് കാണാം. സറാബീലുഹും അവരുടെ സറാബീൽ, സറാബീൽ എന്ന് പറഞ്ഞാൽ സിർബാലിൻ്റെ ജംആണ് സറാബീൽ, സിർബാലിൻ്റെ ജംആണ് സറാബീൽ. സിർബാൽ എന്ന് പറഞ്ഞാൽ കുല്ലുമാ യുൽബസു മിൻ ഖമീസിൻ ഔ ദിർഇൻ വനഹ്വിഹിമാ, ധരിക്കുന്ന ഏതൊരു തരം വസ്ത്രം അല്ലെങ്കിൽ പടയങ്കി, പടച്ചട്ട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തിനും സിർബാൽ എന്ന് പറയും. പലപ്പോഴും പടച്ചട്ടകൾക്ക് ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ ധരിക്കുന്ന ഇരുമ്പിൻ്റെയോ ലോഹത്തിൻ്റെയോ കുപ്പായം, പടച്ചട്ടകൾ, അതിനാണ് പൊതുവെ സിർബാൽ എന്ന് പറയുന്നത്. മറ്റ് ഖമീസുകൾക്കും അങ്ങനെ പറയാം. പക്ഷേ ഈ സിർബാലിൻ്റെ പ്രത്യേകത സറാബീലുഹും മിൻ ഖത്റാനിൻ, അത് ടാറ് കൊണ്ടുള്ളതായിരിക്കുന്നതാണ്. നമ്മൾ റോഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കറുത്ത ടാറുണ്ടല്ലോ, അത് കത്തിച്ച എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ചൂടെത്രയാണ്, അതുകൊണ്ട് കുപ്പായം ഉണ്ടാക്കിയിട്ട് ശരീരത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ്. മഅദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുജ്രിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. സാലിഹീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. മുജ്രിമീങ്ങളാണെങ്കിൽ മഹ്ശറിൽ അവരുടെ അവസ്ഥ ഇതാണ്, ടാറുകൊണ്ടുള്ള കുപ്പായം അവരെ അണിയിച്ചു കൊടുക്കുന്നതാണ്. വതഗ്ശാ വുജൂഹഹും അന്നാറു, നരകം അവരുടെ മുഖങ്ങളെ വലയം ചെയ്യുന്നതാണ്, മൂടിക്കളയുന്നതാണ്, ആവരണം ചെയ്യുന്നതാണ്. ഗശിയ യഗ്ശ എന്ന് പറഞ്ഞാൽ മൂടിക്കളയുക, ആവരണം ചെയ്യുക. വുജൂഹഹും അവരുടെ മുഖങ്ങളെ, അന്നാർ നരകം, തീ, തീ അവരുടെ മുഖങ്ങളെ ആവരണം ചെയ്യും. അതേപോലെ തന്നെ ഖത്റാന് കൊണ്ടുള്ള സിർബാലുകൾ, ടാറുകൊണ്ടുള്ള കുപ്പായങ്ങൾ അവർക്ക് അണിയിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ആ ഒരു ദിവസം. അതുകൊണ്ട് എന്തിനാണ് തിരക്ക് കൂട്ടുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. അവർ കുതന്ത്രങ്ങൾ പയറ്റട്ടെ, അവർ പ്രവാചകന്മാർക്കെതിരിലും വിശ്വാസികൾക്കെതിരിലും ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും അവർ എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അവർ ഇവിടെ വെച്ച് ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. അള്ളാഹു കരാറ് ലംഘിക്കുകയില്ല. ആകാശവും ഭൂമിയും മാറ്റം വരുത്തപ്പെടുന്ന ഒരു ദിവസം, മനുഷ്യരെല്ലാവരും റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം, അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലകളിൽ അവരെ ബന്ധിപ്പിക്കുന്നതാണ്, ചങ്ങലകളിൽ അവരെ ബന്ധിപ്പിക്കുന്നതാണ്. ടാറുകൊണ്ടുള്ള കുപ്പായം അവർക്ക് അണിയിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ മുഖങ്ങളെ തീ കൊണ്ട് അല്ലാഹു പൊതിയുന്നതാണ്. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തിനാണ് ഇതൊക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ലിയജ്സിയല്ലാഹ്, അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടി. ജസാ യജ്സി ജസാഅൻ, പ്രതിഫലം നൽകുക. ജസാ യജ്സി ജസാഅൻ. ലിയജ്സിയല്ലാഹു, അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടി. കുല്ല നഫ്സിൻ, എല്ലാ നഫ്സുകൾക്കും, എല്ലാ നഫ്സുകൾക്കും. മാ കസബത്ത്, അവർ പ്രവർത്തിച്ചതിനനുസരിച്ച്. കസബ യക്സിബു കസ്ബൻ, അവർ സമ്പാദിച്ചതനുസരിച്ച്, അവർ പ്രവർത്തിച്ചതനുസരിച്ച് ഓരോരുത്തർക്കും അല്ലാഹു പ്രതിഫലം നൽകും. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സരീഉൽ ഹിസാബ്, വളരെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. സരീഉൽ ഹിസാബ്, സരീ എന്ന് പറഞ്ഞാൽ സരീഅ യസ്റഉ സർഅൻ ഫഹുവ സരീഅ,
ധൃതി വെക്കുക, പെട്ടെന്ന് സ്പീഡിൽ കോടാനുകോടി മനുഷ്യന്മാരും ജിന്നുകളും, കോടാനുകോടി മനുഷ്യന്മാരും ജിന്നുകളും അവരുടെ വിചാരണ പെട്ടെന്ന് കഴിയും. പക്ഷെ വിചാരണയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അത് സൂറത്തുൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50,000 വർഷത്തെ ദൈർഘ്യമുണ്ടാകുന്ന മഹ്ശറിൽ, സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടിയുള്ള കാത്തുനിൽപ്പ് എത്രയാണ്? 50,000 വർഷം. സങ്കല്പിക്കാൻ പറ്റുമോ? 50,000 കൊല്ലം. അക്ഷരാർത്ഥത്തിൽ അത് മുജ്രിമുകൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. വല്ലാഹുൽ മുസ്തആൻ. 50,000 വർഷം തൊട്ട് മേലെ സൂര്യൻ, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഇരിക്കാൻ സീറ്റ് പോലും കിട്ടൂല. ഇരിക്കാൻ. അവിടെ ഇരുന്നോ? ഇല്ല, നിൽക്കണം. ചിലപ്പം മുട്ടുകുത്തി നിൽക്കണം, ചിലപ്പോൾ തലകുത്തി നിൽക്കണം. അതൊക്കെ ഖുർആനിലുള്ളതാണ്. തലകുത്തി നടക്കുന്നവർ, മുട്ടുകുത്തിയിരിക്കുന്നവർ നല്ല നിലക്കില്ല. എന്നാൽ അൽഹംദുലില്ലാ, ഞാനും നിങ്ങളും അധ്വാനിക്കേണ്ടത് അവരിൽ പെടാനാണ്. വിശ്വാസികൾക്ക്, സാലിഹ്യങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്നതാണ്. സീറ്റ് കൊടുക്കും, അർശിൻ്റെ തണലിട്ട് കൊടുക്കും, ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ കൊടുക്കും. പിന്നെ ദാഹം ഉണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല. ഈ പറഞ്ഞ ഹുബ്സ്, ആ റൊട്ടി തിന്നാം, ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാം. വിശപ്പില്ല, ദാഹമില്ല, തണലിട്ട് കൊടുക്കും. അതും അർശിൻ്റെ തണൽ, ഇരിക്കാൻ സീറ്റ് ഉണ്ടാകും. പകലിൽ നിന്ന് ഒരല്പം മാത്രം ഇരുന്ന ഫീലിംഗ് ഉണ്ടാവുള്ളൂ. 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്ത ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാഹ്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഒരു കൂട്ടർക്ക് 50,000 വർഷം തോന്നുന്നത് വിശ്വാസികൾക്ക് അങ്ങനെ തോന്നൂല, നമുക്കങ്ങനെ തോന്നൂല. അള്ളാഹു എന്നെയും നിങ്ങളെയും ആ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പക്ഷേ ഈ 50,000 വർഷത്തെ കാത്തിരിപ്പ് വല്ലാത്തൊരു വിഷമുണ്ടാക്കും. അങ്ങനെ മുഴുവൻ മനുഷ്യരും ആദം നബിയുടെ അടുത്ത് പോവും ശുപാർശ പറയാൻ. ആദം നബി പറയും കഴിയില്ല. നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അവസാനം സയ്യിദുന വഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവരെത്തും. അള്ളാഹുവിൻ്റെ റസൂൽ പറയും, ഞാനാണ് അതിന്, അള്ളാഹു എനിക്കാണ് അതിന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ പറയും. ശുപാർശ പറയാനുള്ള പെർമിഷനാണ്. സ്വീകരിക്കുമല്ലേ എന്നുള്ളത് എത്രയാണ്? ഒരുപാട് കാലം എന്നാണ്, എത്രയെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. സുജൂദിൽ വീഴും. പിന്നീട് അള്ളാഹു പറയും, മുഹമ്മദ് എഴുന്നേൽക്ക്, ഖും ഇർഫഅ റഅസക്, തല ഉയർത്ത്, സൽ ചോദിക്ക്, തുഅത നൽകാം, വഷ്ഫ തുശഫ, ശുപാർശ പറയും, ശുപാർശ സ്വീകരിക്കാം. എന്താ ശുപാർശ? ഒന്ന് വേഗം വിചാരണ തുടങ്ങണേ റബ്ബേ. വിചാരണ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് ഈ ശുപാർശ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് 70,000-ഓളം ആളുകൾ, ഓരോ 1000-ന്റെ കൂടെയും വീണ്ടും 70,000. ഇൻഷാ അള്ളാഹ് അള്ളാഹു ചോദ്യങ്ങൾ തന്നെ ചോദിക്കാതെ സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളാൻ പറയും. വിചാരണയില്ലാതെ സ്വർഗത്തിൽ. അവർക്ക് വിചാരണയേ ഇല്ല, ചോദ്യം പോലുമില്ല, യസീറായ ഹിസാബ് പോലുമില്ല, ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. അല്ലാത്തവർക്കോ ഫസൗഫ യുഹാസബു വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. കർമ്മങ്ങളുടെ രേഖ വലത് കൈയിലാണ് ഒരാൾക്ക് കിട്ടിയതെങ്കിൽ ചെറിയൊരു വിചാരണ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ഹിസാബുൻ യസീർ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട്, നമ്മളില്ലേ ചില ആളുകളുടേത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ മറച്ചും തിരിച്ചും ഒക്കെ അങ്ങനെ നോക്കി കുറേ നേരം നോക്കിയിട്ട് പറയും മാറി നിൽക്കുമെന്ന് പറയും. അപ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഫീലിംഗ് ദുനിയാവിലെ ചെറിയ കാര്യമാണ് പറയുന്നത്. എന്നാൽ വേറെ ചില ആളുകളോ ജസ്റ്റ് ഒന്ന് നോക്കി, ഓക്കെ ഖലാസ്. ഇതേപോലെയായിരിക്കും വലത് കൈയിൽ കർമ്മരേഖ കിട്ടിയ ആൾക്ക് ഏറ്റവും വലിയ അടയാളം അത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയിക്കൊള്ളാൻ പറയുന്നതാണ്. അല്ലാഹു അക്ബർ. ഇവരിൽ ഉൾപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദുആ ചെയ്തിട്ടുണ്ടെന്നാണ്. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. പടച്ചോൻ എന്നെ ചെറിയ വിചാരണയ്ക്ക് വിധേയമാക്കണേ. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അതെന്താണ് ആ വിചാരണ? അപ്പോഴാണ് ഈ ഉത്തരം നൽകപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അന്ന് ആരോടെങ്കിലും കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയാൽ ഫഖദ് ഹലക്, അവൻ്റെ കാര്യം പോക്കാണ്. കൂടുതൽ ചോദിക്കാൻ നിന്നാൽ അവൻ്റെ കാര്യം പോക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് അതെനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടണം. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഡെയിലി നിങ്ങളങ്ങ് വിചാരണ ചെയ്താൽ പരലോകത്തെ വിചാരണൻ്റെ സമയം കുറയും. നമ്മൾ തീരെ വിചാരണ ചെയ്യാതെ വിട്ടാൽ പരലോകത്ത് വിചാരണയുടെ സമയം കൂടും. എന്താ പറഞ്ഞ പോയിന്റ്? നാം നമ്മെ വിലയിരുത്തണം. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരം വെളുത്ത് എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്? അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും ബാധ്യതകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ? അള്ളാഹു നിഷിദ്ധമാക്കിയ വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യനെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും വല്ല ഹക്കടപാടുകളുമുണ്ടോ? അത് കൊടുത്തു തീർക്കാനുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ക്ലിയറാക്കിയിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പരലോകത്തെ വിചാരണ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ നാം നമ്മെ വിലയിരുത്താതെ അങ്ങനെ അഴിച്ചു വിട്ടതാണെങ്കിൽ, ഇഷ്ടം പോലെ ജീവിച്ച് തോന്നിയതൊക്കെ പ്രവർത്തിച്ച് തൗബയില്ല, ഇസ്തിഗ്ഫാറില്ല, നന്മയോട് താല്പര്യമില്ലെങ്കിൽ പരലോകത്ത് വിചാരണ ദൈർഘ്യമേറിയതും കഠിനവും ഒരു വേള നമ്മെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, അള്ളാഹുവിലും റസൂലിലും പരലോകത്തിലും സ്വർഗത്തിലും നരകത്തിലും വിചാരണയിലുമൊക്കെ വിശ്വസിച്ചു എന്ന് പറയുന്നവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്ത് വിഭവങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കണം എന്നാണ്. നമ്മുടെ ലഗേജ് ഒന്നുകൂടി ചെക്ക് ചെയ്യണം, ഡെയിലി ചെക്ക് ചെയ്യണം. എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കാൻ അള്ളാഹു പറയാ. വീണ്ടും പറയാം, ആവർത്തിക്കുകയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നുപോയവരെ പോലെ നിങ്ങൾ ആവരുത്. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ അള്ളാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മകാരികളാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗ്ഗക്കാരും നരകക്കാരും ഒരുപോലെ ആവൂല. അതുകൊണ്ട് റബ്ബിനെ ഓർക്കുന്നവർ സ്വർഗ്ഗക്കാർ, റബ്ബിനെ മറക്കുന്നവർ നരകക്കാർ. റബ്ബിനെ ഓർക്കണം, വിചാരണ ഓർക്കണം, വിഭവങ്ങൾ പരലോകത്തേക്ക് വേണ്ടി തയ്യാറാക്കണം. എന്നിട്ട് ഈ ബൃഹത്തായ മഹത്തായ അധ്യായത്തെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് വല്ലാത്തൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ്. ഹാദാ, ഇത്, ഈ അധ്യായത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുമാണ്. അതേപോലെ തന്നെ ഈ ഖുർആനിനെ സംബന്ധിച്ചാണ് പ്രധാനമായും. ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയാണ്, ഹാദാ ബലാഗുൽ ലിന്നാസ്, സകല മനുഷ്യർക്കുമുള്ള ഒരു മെസ്സേജാണ്. എ മെസ്സേജ് ടു ദി ഹോൾ മാൻകൈൻഡ്, സകല മനുഷ്യരിലേക്കുമുള്ള മെസ്സേജാണ്. ബലാഗുൻ ലിന്നാസ്, ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൽ, മെസ്സേജ്, റിസാല. ഇതൊരു റിസാലയാണ്, സകല ജനങ്ങളിലേക്കും ഇത് എത്തണം എന്നാണ്. ഹാദാ ബലാഗുൽ ലിന്നാസ് വലിയുൻദറൂ ബിഹി, ഈ ഖുർആൻ മുഖേന അവർ താക്കീത് ചെയ്യപ്പെടണം. വദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ് എന്നാണ്. എൻ്റെ വാഗ്ദാനങ്ങളെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ഓർമ്മപ്പെടുത്തണം. ഈ ഖുർആനിലൂടെ ജനങ്ങൾക്ക് താക്കീത് നൽകണം. വലിയുൻദറൂ ബിഹി, അൻദറ യുൻദിറു എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുക, യുൻദറു എന്ന് പറഞ്ഞാൽ താക്കീത് നൽകപ്പെടുക. വലിയുൻദറൂ ബിഹി, അവർ ഈ ഖുർആൻ മുഖേന താക്കീത് ചെയ്യപ്പെടണം. വലിയഅലമൂ, സകല മനുഷ്യരും അറിയണം. അലിമ യഅലമു ഇൽമൻ, എല്ലാവരും അറിയണം. എന്താ അറിയേണ്ടത്? അന്നമാ ഹുവ, തീർച്ചയായും അവൻ അല്ലാഹു ഇലാഹുൻ വാഹിദുൻ, ഏക ആരാധ്യനാണ്, പങ്കുകാരില്ലാത്ത ഏക ആരാധ്യൻ. ഇത് ജനങ്ങളൊക്കെ അറിയണം. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, വലിയദ്ദക്കറ, ഓർക്കണം, ചിന്തിക്കണം, ഗുണപാഠം ഉൾക്കൊള്ളണം. യദ്ദക്കറ, യദ്ദക്കറ, യതദക്കറു, ദക്കറ, ദക്കറ എന്നൊക്കെ പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ ഓർമ്മിക്കുക, ഓർത്തെടുക്കുക, ഗുണപാഠം ഉൾക്കൊള്ളുക എന്നൊക്കെയാണ്. വലിയദ്ദക്കറ ഐ ലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ. ഉലുൽ അൽബാബ് എന്നാണ് പറഞ്ഞത്. ബുദ്ധിയുള്ള ആളുകൾ ആലോചിച്ച് മനസ്സിലാക്കണം, ഈ ഖുർആൻ പഠിക്കണം എന്നാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യമാണത്. ഇത് ഖുർആനിൻ്റെ പഠിതാക്കളായ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പഠിക്കുന്ന ഈ ഖുർആനിലെ ലക്ഷ്യം അള്ളാഹു പറയുന്നത്, ഒന്നാമത്തത് ബലാഗുൽ ലിന്നാസ്, സകല മനുഷ്യർക്കും ഇത് എത്തിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി
വലൗ ആയത്തൻ, ഒരായത്താണെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. എൻ്റെയും നിങ്ങളുടെയും ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തബ്ലീഗു ഹാദിഹി റിസാല, ഈ റിസാലത്ത് ഖുർആനിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അതിനാവശ്യമായ എല്ലാ പ്ലാനുകളും നടത്തണം. ആധുനിക കാലഘട്ടത്തിൽ അത് വളരെ എളുപ്പമാണ്. നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള ദഅ്വാ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെടുക. ഖുർആനിൻ്റെ സന്ദേശം എത്താത്ത മുഴുവൻ ആളുകളിലേക്കും, സ്ത്രീകളിലേക്കും പുരുഷന്മാരിലേക്കും എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തണം. മുസ്ലിമീങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, സകല മനുഷ്യരിലേക്കുമുള്ളതാണ്. മാത്രമല്ല വലിയുൻദറൂ ബിഹി, ഖുർആൻ നൽകുന്ന താക്കീതുകൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി അവരെ ഭയപ്പെടുത്തുക തന്നെ വേണം. ചില ആളുകൾ പറയും ദഅവത്തിൻ്റെ രംഗത്ത് ഭയപ്പെടുത്തരുത്, സന്തോഷം അറിയിക്കൽ മാത്രം. അങ്ങനെയല്ല, താക്കീത് നൽകണം. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതുപോലെയോ അതിനേക്കാൾ കൂടുതലോ നരകത്തെക്കുറിച്ചും റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ ഭയപ്പെടുത്തപ്പെടണം, താക്കീത് നൽകപ്പെടണം. വലിയുൻദറൂ ബിഹി വലിയഅലമു, അതോടൊപ്പം എന്തിനാണ് ഈ ഖുർആൻ? മനുഷ്യരെല്ലാം അറിയണം. അന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ കലിമത്തു തൗഹീദ് ജനങ്ങൾ അറിയണം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ, മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് തൗഹീദാണ്. സൂറത്തുൽ ബഖറയിലെ മനുഷ്യരെ വിളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആഹ്വാനം എന്താണ്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അതേ റബ്ബാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ള ആളുകളായി തീരാൻ വേണ്ടി. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം തൗഹീദിൻ്റെ സന്ദേശമാണ്. ഒരു പ്രബോധക സംഘം ജനങ്ങൾക്ക് ഏറ്റവും ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതും തൗഹീദാണ്. തൗഹീദ് പഠിപ്പിക്കാതെ, അഖീദ പഠിപ്പിക്കാതെ, അത് പഠിക്കാതെ മറ്റെന്തൊക്കെ പഠിച്ചിട്ടെന്താണ്, മറ്റെന്തൊക്കെ പഠിപ്പിച്ചിട്ടും എന്താണ്? മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് എല്ലാം അറിയാം, ദുനിയാവിൽ എന്ത് ചോദിച്ചാലും അയാൾ പറയും. പക്ഷേ തൻ്റെ റബ്ബിനെ അറിയില്ലെങ്കിൽ അയാൾ ഒന്നും അറിയാത്തവനെ പോലെയാണ്. എന്നാൽ ഒരാൾക്ക് ദുനിയാവിനെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും അറിയില്ല, പക്ഷേ തൻ്റെ റബ്ബിനെ ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എല്ലാം അറിഞ്ഞവനെ പോലെയാണ്. അള്ളാഹുവിനെ അറിഞ്ഞാൽ, അവൻ്റെ ഏകത്വം അറിഞ്ഞാൽ അതാണ് ശരിയായ അറിവ്, അതാണ് വിജയത്തിലേക്കുള്ള അറിവ്, അതാണ് പരലോകത്ത് ഉപകാരപ്പെടുന്ന അറിവ്. അതുകൊണ്ട് തൗഹീദ്, അഖീദ ജനങ്ങൾ പഠിക്കണം. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ഉറ്റാലോചിക്കാൻ വേണ്ടി ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ഖുർആനിലെ ഓരോ ആയത്തുകളും അതിൻ്റെ അർത്ഥം എന്താണ്? ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്നാണ്, അടയാളമാണ്, തെളിവാണ്. എന്തിലേക്കുള്ള അടയാളം? മലിക്കുൽ ജബ്ബാറായ, റഹ്മാനായ, റഹീമായ അള്ളാഹുവിലേക്ക് നമ്മെ വഴി നടത്തുന്ന അടയാളമാണ് ഖുർആനിലെ ഓരോ ആയത്തുകളും. അത് പഠിച്ച് മനസ്സിലാക്കി അതിലെ അഖീദപരമായ കാര്യങ്ങൾ, അതിലെ അഹ്കാമുകൾ ഒക്കെ പഠിച്ച് ജീവിതത്തിൽ അമലാക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ നാം നേരത്തെ സൂചിപ്പിച്ച ഭയാനകരമായ ഒരു ദിവസം വരാനുണ്ട്. അന്ന് നമുക്ക് രക്ഷപ്പെടാം, ഇല്ല എങ്കിൽ ശിക്ഷിക്കപ്പെടുന്നവർ നമ്മൾ ഉൾപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ റസൂലിൽ നിന്ന് 10 ആയത്തുകൾ പഠിച്ചാൽ അതിലുള്ള ഇൽമ്, ഫിഖ്ഹ്, അമല് ഇത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത 10 ആയത്ത് പഠിക്കാറുള്ളൂ. ആയത്ത് ഇറങ്ങാഞ്ഞിട്ടല്ല, പഠിക്കാറില്ല. എന്തുകൊണ്ട്? ഈ പഠിച്ചത് ശരിക്കും ഉൾക്കൊള്ളട്ടെ. അതിൻ്റെ അർത്ഥം ഇത് അമലാക്കുന്നവരെ ഞാൻ വേറൊന്നും പഠിക്കൂല എന്ന് പറഞ്ഞ് കാലം കഴിക്കുക എന്ന നിയ്യത്തിലാണോ? അല്ല. പിന്നെ പറഞ്ഞതിൻ്റെ പൊരുളെന്താണ്? പഠിച്ചത് അമലാക്കി മുന്നോട്ട് പോകണം. ഓരോ പുതിയ 10 ആയത്ത് പഠിക്കുമ്പോഴും കഴിഞ്ഞ 10 ആയത്ത് ജീവിതത്തിലുള്ള ഒരു മനുഷ്യനായിരിക്കണം അത് പഠിക്കേണ്ടത്. പഠനം തുടങ്ങുന്ന കാലഘട്ടത്തിലും പഠനം അവസാനിപ്പിച്ച കാലഘട്ടത്തിലും സ്വഭാവത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലെങ്കിൽ നമ്മുടെ പഠനം ശരിയായിട്ടില്ല. അല്ല, തുടങ്ങിയ കാലത്തുള്ളതിനേക്കാൾ മോശമാണെങ്കിൽ അത് വളരെ സങ്കടകരവുമാണ്. അങ്ങനെ ആവരുത്. അൽഹംദുലില്ലാഹ്, പരമകാരുണ്യകനായ കരുണാവാരിധിയായ റബ്ബിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എത്രയെത്ര അധ്യായങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സാലിഹാത്ത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് സാലിഹാത്തുകൾ പൂർത്തീകരിക്കപ്പെടുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള നന്ദി കാണിക്കുന്നുണ്ടോ, ഖുർആനിനെ നാം അമലാക്കുന്നുണ്ടോ എന്നത് ഞാനും നിങ്ങളും ചിന്തിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്താൽ അടുത്ത ദർസിൽ നമുക്ക് പുതിയ അധ്യായം ആരംഭിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വാലിഹായ അമലിനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ.
ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ എല്ലാ ഖൈറാത്തുകളും ബറക്കാത്തുകളും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നൽകുമാറാകട്ടെ. എല്ലാ ഷർറുകളെ തൊട്ടും ഫിത്തനകളെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും നിർഭയത്വവും യുദ്ധമില്ലാത്ത അവസ്ഥയും നൽകുമാറാകട്ടെ. എല്ലാ നിലക്കും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. സ്വർഗ്ഗലോകത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മക്കൾ, സന്താനങ്ങൾ, ഇണകൾ, ഭർത്താക്കന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ രാജ്യത്ത് നമുക്ക് ഈ വലിയ സംവിധാനങ്ങൾ ഒരുക്കി തരുന്ന ഈ നാട്ടിലെ നല്ലവരായ ഭരണാധികാരികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകട്ടെ. നന്മയിലേക്കുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല നിലക്ക് ജനങ്ങളെ ഭരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.